നല്ല പാൽക്കപ്പയും ഞണ്ട് ഫ്രൈയും കഴിച്ചിട്ടുണ്ടോ? നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. എപ്പോഴെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. ഞണ്ടിനെ കാണുമ്പോൾ തോന്നും വലിയ പണിയാണ് ഇത് നന്നാക്കാമെന്ന്. വളരെ സിമ്പിളാണ്. അതിൻ്റെ കപ്പടർത്തി കഴിഞ്ഞാൽ നമുക്കറിയാം ആവശ്യമുള്ള സാധനം ആവശ്യമില്ലാത്ത സാധനങ്ങളും നന്നായിട്ട് വെടുപ്പാക്കി കഴിഞ്ഞാൽ നേരെ നമ്മുടെ ഉരുളി എടുക്കുക. പിന്നീടുള്ള കാര്യം പറയണ്ടല്ലോ, ആസ് യൂഷ്വൽ വെളിച്ചെണ്ണ, വെളുത്തുള്ളി, ഇഞ്ചി, സബോള. നാളികേരങ്ങത്ത് പിന്നെ പറയണ്ടല്ലോ, നമ്മുടെ ഒരു വീക്ക്നെസ്സാണ്. സബോള പെട്ടെന്നൊന്ന് വാടി കിട്ടാൻ ഉപ്പിടുന്നത് നല്ലതാണ് കേട്ടോ. അതിനുശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മസാല. ഈ മുളക് പൊടിയുടെ അളവൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. പലതരം വെറൈറ്റിയിലാണ് ഇപ്പം മുളകിൻ്റെ എരിവിരിക്കുന്നത്. അതുകൊണ്ട് അതൊക്കെ നോക്കിയിട്ട് ഇടണം കേട്ടോ. പിന്നെ ഞണ്ടായതുകൊണ്ട് ഒരു കാര്യം പേടിക്കണ്ട, വെള്ളം കുറച്ച് കൂടിയാലും കുഴപ്പമില്ല. അതൊന്ന് വറ്റി വരുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അടിയെ പിടിക്കാണ്ട് നോക്കിയാൽ മതി. ഇതൊക്കെ നോക്കി വന്നു കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് നമ്മുടെ ഞണ്ട് ഫ്രൈ ഇങ്ങനെയായിരിക്കും ഇരിക്കുക. അപ്പോൾ ഇത് കപ്പേര കൂടിയും ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അതുപോലെ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്തോളൂ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.